ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർഷകല പരഭാഷരാപന ഹർപ്പച്ചൂട പരഭാഷ. ആമേ ഹാലേലൂയ. വേറെ വചനഭാവം പറയാനായിട്ട് വന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം എന്നൊരു വെളിപ്പാടാണ്. അപ്പോസ്തലർ 28-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 6 പേരുടെ വാക്യം വായിച്ചു. പൗലോസ് രക്ഷിക്കപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയെ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കുലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗമാണ്. ഇത് ഒരുപാട് കേൾക്കുകയും എന്താ പറയാ, നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്ത ഭാഗമാണ്. പക്ഷെ എന്നിട്ടും ഇന്നലെ ദൈവാത്മാവ് വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ഈ വചനഭാഗം കൊണ്ടുവന്ന് ഹാലേലൂയ. അത് ഓരോരുത്തരുടെ ഹാലേലൂയ. ആമേൻ. ഹാലേലൂയ. ഇപ്പൊ വ്യക്തിപരമായ ബന്ധുവായിട്ട് ഇടപെട്ടാണെങ്കിലും പക്ഷെ പരിശുദ്ധാത്മ വന്ന റെവലേഷൻ ഹാലേ നമുക്ക് എല്ലാവർക്കും അറിയാം. പൗലോസിന്റെ ഹാലേലൂയ കർത്താവ് റോമിലേക്കുള്ള യാത്രയാണിത്. ഹാലേലൂയ. അപ്പൊ കപ്പൽ ഛേദം വരുന്നതും ഹാലേ, പല പ്രതികൂലങ്ങളിലൂടെ അവർ പോകുന്നതും ഹാലേ, അവിടെ നിന്ന് ഹാലേലൂയ അവൻ നീന്തി രക്ഷപ്പെട്ട് ഹാല മെലീത്ത ദ്വീപിലേക്ക് എത്തുന്ന ഭാഗമൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശത്രു ഇത്രയൊക്കെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോഴും പൗലോസിന്റെ മേൽ വാഗ്ദത്തമുണ്ട്. ഹാല യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ച റോമിലും ആമേ എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം പൗലോസിന്റെ മേൽ കിടപ്പുണ്ട്. ഹാലയില് ഇതുപോലെ നമ്മളും അനേക വാഗ്ദത്തങ്ങൾ കേട്ടവരാണ്. അല്ലെ, പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ വാഗ്ദത്തൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. ഹാല ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് ഹാലയില് അവിടെ ആ ദ്വീപിലേക്ക് എത്തിയ ബർബരമ അസാധാരണ ദയെ കാണിച്ച് ഹാല ബർബരമ സാധാരണ വല്ല ദയം എന്നുള്ള മനുഷ്യരല്ല, പക്ഷെ ഇവരോട് ദയ കാണിക്കുന്നു ഹാല. എന്നിട്ട് അവര് വിറക് പെരുക്കിയിട്ട് ഹാല തീ കായും. ആ സമയത്താണ് ഒരു അണലി കയറി പൗലോസിന്റെ കയ്യിലേക്ക് ചുറ്റുന്നത്. ഹാലയിലൂയ. അപ്പൊ അവിടെ ഹാലയിലെ പൗലോസ് കുറെ വിറക് പെറുക്കിയിട്ട് തീയിലിട്ടപ്പോൾ അണലി ചൂട് നിമിത്തം പുറപ്പെട്ടവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്ന ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യർ കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ട് നീതിദേവി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ഹാലയിലൂയ. ആമേ. അവിടെ ഹാലെ അണലി കയറി കൈക്ക് ചുറ്റിയപ്പോ ചുറ്റും നിൽക്കുന്ന ബർബരന്മാർ ഹാലയിലെ പറയാൻ തുടങ്ങുകയാണ്, ഹാലെ ഇവൻ ഒരു കൊലപാതകനാ, ഇവനെ നീതിദേവത പോലും വെറുതെ വിട്ടിട്ടില്ല. ചുമ്മാ അല്ല, ഇവനെ ഇവിടെ വന്നിട്ട് ആ കടലിൽ കയറി ചുറ്റി ഇപ്പൊ എന്ന് പറഞ്ഞു. പക്ഷെ പൗലോസ് ഇവിടെ ദൈവാത്മാവിൽ ഇടപെട്ടെ അവരെ ചുറ്റും പൗലോസിന്റെ ചുറ്റും ഒന്ന് ബർബരന്മാർ പലതും പറഞ്ഞിട്ടും പൗലോസ് അത് മൈൻഡ് ചെയ്ത് പോലും. നമ്മുടെയൊക്കെ വിഷയം എന്താന്ന് വെച്ചാ, നമ്മുടെ ഒരു താഴ്ചയിലോ വീഴ്ചയിലോ ഒരു വിഷമത്തിലോ പ്രയാസത്തിലേക്ക് നമ്മുടെ ചുറ്റുപാട് നിന്ന് പറയുന്നത് നമ്മളത് കേട്ട് നമ്മൾ അതിനെയൊക്കെ ഏറ്റെടുത്ത് നമ്മൾ തളർന്ന് അവൻ ക്ഷീണിച്ച് ഇരിക്കുന്ന അവസ്ഥകൾ. നിന്റെ ചുറ്റുപാട് നിൽക്കുന്നവർ എന്തു പറയുന്നു കേൾക്കാനല്ല നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്. ദൈവം നിന്നോട് എന്തു പറഞ്ഞിട്ടുണ്ടെന്നും ദൈവം നിന്നോട് എന്താണ് സംസാരിക്കുന്നത് കേൾക്കാനാണ് നിർത്തിയത്. നമ്മളാണ് പൗലോസിന്റെ സ്ഥാനത്തെങ്കിൽ അതുകൊണ്ട് ഇപ്പൊ അണലി കടിച്ച വിഷമൊന്നും കയറുന്നതിന് മുമ്പ് ഈ പറയുന്ന വിഷം കൊണ്ട് നമ്മളവിടെ തീരും. അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ ഒരു അവസ്ഥയാണ് ഇന്ന് ഹല്ലേലൂയ നമ്മുടെ ഈ കൂട്ടത്തിൽ പലർക്കും എന്ന് ദൈവം ഇന്നലെ ഹല്ലേലൂയ പലർക്കല്ല നമ്മളിതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളെ ദൈവം വിവേചിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ചുറ്റുപാടും പുറത്തുനിന്നൊക്കെ വരുന്ന വേസ്റ്റ് ഒന്നും എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകണ്ട, അതൊക്കെ അവിടെ കളഞ്ഞിട്ട് അങ്ങ് പൊക്കോണം, നമുക്ക് വേണ്ടാത്തൊന്നും എടുക്കണ്ട. പക്ഷെ ഇത് പറയുമ്പോഴും നമ്മളെ ഹല്ലേലൂയ പിശാചിന് നന്നായിട്ടറിയാം നമ്മളെ എവിടെ കുത്തിയാ നമുക്ക് മുറിയുന്നു, എവിടെ കുത്തിയാൽ നമ്മൾ വേദനിക്കും. ആരെ കൊണ്ട് കുത്തിച്ചാൽ നമുക്ക് വേദനിക്കുന്നില്ല. പുറത്തു നിൽക്കുന്നവരൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, പക്ഷെ നമുക്ക് കുത്തിയാൽ കൊള്ളുന്നവരെ കൊണ്ട് കുത്തിക്കാൻ തോന്നുന്നു അന്നേരം. അപ്പൊ അത് മനസ്സിലായി. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടൊരു കാര്യം പൗലോസ് ഇവര് പറഞ്ഞതൊന്നും പൗലോസ് ചെവിക്കൊണ്ടതേ ഇല്ല, പൗലോസ് കേട്ടതൊന്നും എനിക്കറിയത്തില്ല, പൗലോസ് അത് ഏറ്റെടുത്തോന്നും അറിയത്തില്ല, പൗലോസ് മൈൻഡ് ചെയ്തിട്ടില്ല.
കാരണം അവരവിടെ ഇതൊക്കെ പറയും. പൗലോസ് കയ്യിൽ തൂങ്ങിയ കുടഞ്ഞ് തീയിലേക്ക് അങ്ങ് കളഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഹാലയില് ചിലതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യണം? നമ്മൾ അതിനെ കുട്ടഞ്ഞ് കളയണം. കുടഞ്ഞു കളഞ്ഞിട്ട് പൗലോസ് നമ്മൾ കാണുന്ന പൗലോസ് കുടഞ്ഞു കളഞ്ഞിട്ട് അപ്പൊ അവര് നോക്കുവാ, ഓ ഇപ്പൊ വീഴും, ഇപ്പൊ ചാകും, ഇപ്പൊ വീർക്കും, എന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് മുമ്പിൽ പൗലോസിന് ഒരു കുഴപ്പമില്ല. പൗലോസ് ആമേ ആരോഗ്യത്തോടും ബലത്തോടും നിൽക്കുന്നതാണ്. ഇന്ന് നമുക്ക് ചുറ്റുപാട് നിൽക്കുന്നവരും ഇതൊക്കെ തന്നെയാണ്. ഹാലയിലിയ അവൻ തീർന്നു, ഇവളുടെ പേരിനി കാണുക പോലുമില്ല. ശത്രു വിചാരിക്കുന്നത് എന്താ? അതെല്ലാം ഞാൻ മായ്ച്ചു കളഞ്ഞ്, അങ്ങനെ ഒരു വചനമില്ലേ? ആമേ അവന്റെ പേരിനെ കാണത്തില്ല, ഇത് മായ്ച്ചു കളഞ്ഞ്. ഇനി ആമേ ഈ പേര് പുറത്തേക്ക് വരിക പോലും, അതുപോലെ ഞാൻ തകർത്ത് വൃത്തിയേക്കാന്ന പറയും. ആമേ ഇവരിനി എഴുന്നേക്കത്തില്ല, ഇവളിനി ഒരിക്കലും ഒരു ശുശ്രൂഷയിലേക്ക് കയറി നിൽക്കത്തില്ല, ഇവളുടെ ജീവിതത്തിൽ നന്മ ഇനി കാണത്തില്ല എന്നൊക്കെ ശത്രു നമ്മുടെ ചുറ്റും നിന്ന് പറയുന്ന കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നവരാകരുത് നമ്മൾ. ശത്രുവിന്റെ ഈ ശബ്ദങ്ങളെ നമ്മൾ ഏറ്റെടുക്കുക പോലും ചെയ്യില്ല. ഇൻ കേസ് നമ്മുടെ കാതിലേക്ക് വന്ന് ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ അങ്ങോട്ട് വിട്ടേക്കണം. അവിടെ നമ്മൾ എന്താ ചെയ്യണത്? ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം നമ്മൾ ഓർക്കണം. യെരൂശലേമേ നീ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകും ദൈവം പറഞ്ഞെങ്കിൽ ഹാലേലിയ. അണലി കിട്ടിയാലല്ല ഹാലേലിയ, ഭൂകമ്പം ഉണ്ടായാലല്ല, വെള്ളപ്പൊക്കം വന്നാലല്ല ഹാലേലിയ, എന്തൊക്കെ സംഭവിച്ചാലും ഹാലേലിയ ദൈവം എന്നെ അവിടെ കൊണ്ട് നിർത്തും. ഹാലേലുയ. ഈ ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങൾ ഓർക്കണം നിങ്ങൾ. ഹാലേലുയ. കഴിയിടയ്ക്ക് ഒരു ദിവസം ഞാൻ പറഞ്ഞതാണ്, നമ്മൾ വാഗ്ദത്തങ്ങളെ ഓർക്കണം. നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം, നമ്മുടെ തലമുറയുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം, ഇതിനെ ഓർത്ത് നമ്മൾ ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ പ്രതികൂലത്തെ അല്ല കാണേണ്ടത്. ആ പ്രതികൂലത്തിന്റെ മുകളിൽ കൂടി നമ്മുടെ മേലുള്ള വാഗ്ദത്തത്തെ കാണണം. നമ്മളെ ദൈവം എന്താ ആക്കുമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? ദൈവം കേട്ട ഞാൻ പറയാം, വാഗ്ദത്തങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനുഷ്യമായി പറഞ്ഞ വാഗ്ദത്തങ്ങളാണോ, ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളാണ് ഓർക്കുകയും ചെയ്തത്? മാനുഷ്യമായി പറഞ്ഞ പല അതുമേ മുറുകെ പിടിച്ചോണ്ടിരിക്കരുത്. ഹാലയില്ല, ഒരിക്കലും. ദൈവം നമ്മളോട് കൺഫർമേഷൻ തന്നെ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ വാഗ്ദത്തം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ കൺഫർമേഷൻ അതുണ്ടാവും. കാരണം നമ്മളോട് ദൈവം ഇടപെട്ടിട്ടുണ്ടാവും, നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും. അപ്പൊ ആ വാഗ്ദത്തം ദൈവം നമ്മളോട് ദൈവം പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദത്തം പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കത്തില്ല. സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും അത് സംഭവം. പക്ഷെ ചില ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ചിലർ മാനുഷ്യമായിട്ട് സാഹചര്യമൊക്കെ നോക്കി ചില വാഗ്ദത്തങ്ങളൊക്കെ പറയും. അത് നമ്മളെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും ആയിരിക്കും. നമ്മൾ ഇതിനേക്കൊരു മുറി അങ്ങോട്ട് പിടിക്കും, എന്നിട്ട് അതിനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഹാലലിയ. അങ്ങനെയുള്ളത് നമ്മൾ ക്ഷീണിപ്പിച്ച് കളയത്തതേ ഉള്ളൂ. ഹാലയ അത് നമുക്ക് ചിലപ്പോൾ പ്രാപിക്കാൻ കഴിയുന്നു വരത്തില്ല. പക്ഷെ ദൈവികമായ വാഗ്ദത്തങ്ങൾ, ഹാലയ ദൈവഹിതപ്രകാരമുള്ള വാഗ്ദത്തങ്ങൾ, നമ്മൾ ഒരാളിപ്പോൾ നമ്മുടെ വാഗ്ദത്തം നമ്മൾ അത് കേട്ടിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈം നമ്മളത് കേൾക്കുന്നെങ്കിൽ നമ്മൾ ദിവസത്തിൽ പോയിരുന്നൊക്കെ ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഇത് ഞാൻ കേട്ടു, ഇത് ഉള്ളതാണ്, എനിക്കുള്ളതാണോ? ഹാലേലിയ. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണോ, ഇത് ഹിതമാണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം വേണ്ടിയാണ് നമ്മൾ അതിനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഹാലേലിയ. ഇല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആര് പറഞ്ഞാൽ അത് വിട്ടുകളയുക. നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം എപ്പോഴും നമ്മൾ എന്താ ആഗ്രഹിക്കുക? ദൈവത്തോട് പറയും, എന്റെ ഹിതമല്ലപ്പ അങ്ങയുടെ ഹിതം, അങ്ങ് എന്നെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുക അതാണ് എനിക്ക് വേണ്ടുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹം ചിലപ്പോൾ ഈ പാനപാത്രമൊക്കെ നീങ്ങിപ്പോണം ഇപ്പോഴത്തെ അവസരം. പക്ഷേ കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഹിതമല്ല നിന്റെ ഹിതം അത് എന്റെ ജീവിതത്തിൽ നടക്കണമേ എന്നാണ്. ഇവിടെ പൗലോസ് കാരണം ഇവിടെ പറയുന്ന അവന് ഈ മനുഷ്യര് കൊലപാതകം, സംശയ കടലിന് രക്ഷയുടെ നീതിദേവി അവന് ജീവിക്കാൻ ശരിക്കും സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറയാം. ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ഹാലേലിയ. ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞ് ദോഷം ഒന്നും പറ്റിയില്ല. ഹാലേലിയ. നമ്മുടെ ചുറ്റുപാടുന്ന പലരും എന്തൊക്കെ പറഞ്ഞു, ആ ദോഷമൊന്നും നമുക്ക് പറ്റത്തില്ലെന്ന്. എന്നിട്ട് പറയുന്ന അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ട് അവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ഇതാണ് ജനത്തിന്റെ പ്രശ്നം. കൊലപാതകം എന്ന് പറഞ്ഞ നാവുകൊണ്ട് കുറച്ചേരൊക്കെ നോക്കി എന്നിട്ട് ഇവൻ ദേവനാണ്. പക്ഷെ ഇത് പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. ഒരിടത്ത് എന്താ ഹാലേലിയ ബർണബാസ് എന്താ ഇന്ദ്രനും പൗലോസ് ബുധനും വന്നു. എന്താ പറഞ്ഞേ? എന്നൊക്കെ പറഞ്ഞ് ദേവനാന്നും പറഞ്ഞ് മാലയൊക്കെ ഇടാൻ വേണ്ടി ഓടി വന്നു. ഹാലേലുയ. അപ്പോഴും പൗലോസ് വസ്ത്രമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. അവിടെ ഇവരുടെ തലയിൽ വെക്കാൻ നോക്കുന്ന ഒരു ഭാഗമുണ്ട്. മറ്റു മനുഷ്യർ. അപ്പൊ മനുഷ്യര് പൊക്കി തലയിലോട്ട് കയറ്റുമ്പോഴും അങ്ങനെയും കയറിയിരിക്കാൻ ശ്രമിക്കരുത്. നമ്മളെ കുറിച്ച് കുറ്റം പറയുമ്പോഴും അത് നമ്മൾ കേൾക്കാൻ നിൽക്കരുത്. രണ്ടിടത്തും ചെയ്തു കൊടുക്കരുത്.
ഇവിടെ നമുക്കൊക്കെ പറ്റുന്ന കാര്യം, ആരെങ്കിലും രണ്ട് പൊക്കലൊക്കെ പൊക്കി കഴിഞ്ഞാൽ നമ്മളങ്ങ് പൊങ്ങും. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ രണ്ട് കുത്തു കുത്തുമ്പോൾ നമ്മൾ അതുപോലെ താഴും. ബലൂണിന്റെ അവസ്ഥയാ. കാറ്റ് തിമർച്ച തന്നാൽ നമ്മൾ പൊങ്ങി പറക്കും. ഹല്ലേലൂയ. ഒരു കുത്ത് കിട്ടിയ താഴെ വീഴും. ഹല്ലേലൂയ. ഈ അവസ്ഥയെ കൂടെ പോകുന്ന പൗലോസിനെ കണ്ട് നമ്മൾ പഠിക്കണം. പൗലോസിന്റെ ചുറ്റുപാടും നിൽക്കുന്നവർ എന്ത് പറയുന്നു എന്ന് കേട്ടിട്ടല്ല പൗലോസിനെ തിരിച്ചറിഞ്ഞത്. പൗലോസിനെ കുറിച്ച് ദൈവം എന്ത് പറയുന്നു എന്ന് കേട്ടിട്ടാ പൗലോസിനെ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. അത് അനുവദിച്ചു കൊടുത്താൽ അത് തീരുമാനിക്കുക. സാഹചര്യങ്ങൾ തീരുമാനം നമ്മളെ എങ്ങനെ പൊക്കണോ, താക്കണോ, ക്ഷീണിപ്പിക്കണോ, ഹാലയില് ഉയർപ്പിക്കണോ, ഹാലയില് ബലപ്പെടുത്തണോ എന്നൊക്കെ അതെപ്പോഴും നമ്മളെ ഇങ്ങനെ എഫക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. 2 ദിവസം നല്ല സ്ട്രോങ് ആയിട്ടേക്കും, 3ന്റെ അന്ന് എന്താ പറയാ തളർന്നു വീഴും. ഹാലയില് വീണ്ടും നമ്മൾ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് പിടിച്ചു വന്ന് സ്ട്രോങ് ആയി നിൽക്കും. 4ന്റെ അന്ന് വീണ്ടും തളർന്നു വീഴും. ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുറമേ ഉള്ളത് അധികമായി നമ്മുടെ ജീവിതത്തിലേക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. ഹാലയില പുറമേ ഉള്ളതല്ല നമ്മൾ എഫക്ട് ചെയ്യേണ്ടത്. ഹാലയില നമ്മൾ ഇരിക്കുന്ന നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറഞ്ഞ ജീവജലത്തെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് സകലതും പുറപ്പെടേണ്ട. നമ്മുടെ വിശ്വാസമാണെങ്കിലും നമ്മുടെ അഭിഷേകമാണെങ്കിലും നമ്മുടെ ശുശ്രൂഷയാണെങ്കിലും ഹാലയില നമ്മുടെ വെളിപ്പാടാണെങ്കിലും എല്ലാം ഉള്ളിൽ നിന്ന് തന്നെ. കാരണം വെച്ചാൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഇപ്പൊ പുറത്തല്ല, അകത്തായിരിക്കുന്നത്. മോശ ദൈവത്തോട് പറഞ്ഞ്, ദൈവമേ നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണേ. ഹല്ലേലൂയ. എനിക്ക് നിന്റെ മഹത്വം കാണണം എന്ന് മോശ. പക്ഷെ നമ്മളോട് ദൈവം പറഞ്ഞ നമ്മൾ പറയാം, മോശ പറഞ്ഞു, കർത്താവെ നിന്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കണം പറഞ്ഞ കർത്താവ് പറയും, നിനക്ക് എന്താ ബോധമില്ലെന്ന് ചോദിക്കും. കാരണം മഹത്വം ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? ഹല്ലേലൂയ. നമ്മുടെ അകത്ത്. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ പുറമേ നല്ല ഒന്നും വരേണ്ടത്. ദൈവം പറഞ്ഞ വിശ്വസിക്കുന്നവർക്കും വ്യാപരിക്കുന്ന അത്യന്ത ശക്തി ഞാൻ മോളിൽ നയിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, നമ്മുടെ ഉള്ളിലാ. അപ്പൊ നമ്മുടെ വിശ്വാസമാകട്ടെ, നമ്മുടെ ഉറപ്പാകട്ടെ, നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ പ്രാപിച്ചെടുക്കണം, ഇത് ഉള്ളിൽ നിന്ന് തന്നെ വരണം. അപ്പൊ നമ്മുടെ ഉള്ളത്തിലാണ് ഇതിനെയെല്ലാം ജയിക്കാനുള്ള ശക്തി ദൈവം പകർന്നിരിക്കുന്നത്. ഈ പുറമേ വരുന്നതിനെയൊക്കെ നമ്മൾ പറയത്തില്ല ഇങ്ങനെ പണ്ട് നമ്മള് ഈ വണ്ടിയിലൊക്കെ സൺ കൺട്രോൾ ഫിലിം വർക്ക് ചെയ്തതാണ്. എനിക്ക് കൃത്യമായിട്ട് പറയാം. വണ്ടിയിലൊക്കെ നമ്മൾ സൺ കൺട്രോൾ ഫിലിം ഒട്ടിക്കും, കാറിന്റെ ഗ്ലാസ്സിലൊക്കെ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേന്ന് വരുന്ന ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒട്ടിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫിലിം ഒട്ടിച്ച ഗ്ലാസ് നമ്മൾ കൈ വെച്ച ഭയങ്കര ചൂടായിരിക്കും അതിനകത്ത്. അല്ല, ഒട്ടിക്കാത്ത ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ വലിയ ചൂടുണ്ടാകില്ല, കാരണം വരുന്ന ചൂടെല്ലാം അകത്തേക്ക് കയറിപ്പോലും. അപ്പൊ ഇത് ഗ്ലാസ് നമ്മൾ കൈയൊക്കെ ചൂടടിക്കുന്ന ഒരു കാര്യം, ഇത് റെസിസ്റ്റ് ചെയ്ത് നിർത്തിയൊക്കെ പുറത്തുനിന്ന് ചൂടിനകത്തേക്ക് വിടാതെ. അപ്പൊ ഗ്ലാസ്സിന് നല്ല ചൂട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ മെഷീൻ വെച്ചൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കാണും. അതുപോലെ നമ്മുടെ പുറമേൽ ഇങ്ങനെ വരുന്ന സാധനങ്ങൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഉള്ളിലാണ് നമ്മുടെ ശക്തി ഇരിക്കുന്നത്, ഉള്ളിലാണ് നമ്മുടെ മഹത്വം ഇരിക്കുന്നത്. മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചമാണ്. ഹാലയില. ഈ വെളിച്ചം വരുമ്പോ ഇരുട്ട് പുറത്തു നിന്നുകൊണ്ടുമ്പോ ഈ വെളിച്ചത്തിലേക്ക് തട്ടുമ്പോഴത്തെ ഇരുട്ട് അകത്തോട്ട് കടക്കാൻ കഴിയരുത്, ഇത് പുറത്തെ. അപ്പൊ നമ്മുടെ ഉള്ളിലെ മഹത്വം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഹാലയില ദൈവം തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നടക്കണം ഓരോ ദിവസം കഴിയുമ്പോൾ. ഇത് വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന എത്രത്തോളം പ്രകാശിക്കണം, എത്രത്തോളം പുറത്ത് വരണം എന്നുള്ള, പുറത്തുള്ള ഇരുട്ടിനെ അകത്തേക്ക് വലിക്കാനല്ല നമ്മളെ ഇരുത്തിയേക്കുന്ന ദൈവം നമ്മളെ ആക്കി വെച്ച് നമ്മളിന്ന് പുറത്തേക്ക് ഒഴുകാൻ വേണ്ടിയിട്ടാണ്. ഹാലയില നമ്മളെപ്പോഴും ഉയരത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഉയരത്തിൽ നിന്ന് പ്രാപിക്കില്ല. നമ്മുടെ മേലുള്ള ദൈവം എല്ലാം ആത്മീയമായി സകല അനുഗ്രഹത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ മേൽ ഓൾറെഡി, നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ദൈവം പകർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ ജ്വലിപ്പിക്കേണ്ട പുറത്തേക്ക് എടുക്കത്തില്ല. അപ്പൊ പുറത്തുനിന്ന് വരുന്നതിനെ തടുക്കുന്നത് പുറത്തു നിന്നുകൊണ്ടല്ല, നമ്മുടെ ഉള്ളത്തിൽ നിന്നുള്ള നമ്മുടെ നേരെ ഒരു വാക്ക് വരുമ്പോൾ, നമ്മുടെ നേരെ ഒരു നെഗറ്റീവ് വരുമ്പോൾ ഇതിനെ നമ്മൾ തടുക്കുന്നത് പുറമേ നിന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല, അകത്തുനിന്നുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ അഭിഷേകം, നമ്മുടെ ശക്തി, നമ്മുടെ മേൽ കിടക്കുന്ന മഹത്വം, ഇതൊക്കെയാണ് പുറമേ നിന്ന് വരുന്നതിനെ അകത്തേക്ക് വിടാതൊന്നും തടുക്കുന്നത്. നമ്മൾ വാതിൽ തുറന്നു കൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മളെ ചുറ്റുപാട് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ മേൽ ഒരു വിളിയുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ, ആര് നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് മുകളോട്ട് കൊണ്ടുവന്ന് ആരും വിചാരിക്കണ്ട. ഹല്ലേലൂയ. അവിടെയൊക്കെ ഹല്ലേലൂയ എത്രത്തോളം നമ്മളെ ക്ഷീണിപ്പിക്കാമോ, എത്രത്തോളം നമ്മളുടെ വളരെ സ്നേഹത്തോടെ ഇരിക്കുന്നവരെ പോലും ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് വിരോധമായി സംസാരിക്കാൻ നമ്മൾ കേൾക്കാറുണ്ടാവും.
ഹല്ലേലൂയ. അതിന് കാരണം ഹല്ലേലൂയ അവരുടെ കുറ്റമല്ല, നമ്മുടെ മേൽ കിടക്കുന്ന കോളിലാണ്. ഹല്ലേലൂയ. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ അത് നമുക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ചില പെരീനമാരൊക്കെ ഉണ്ടാകണം. ഹല്ലേലൂയ. കാരണം ചില ഹന്നമാർ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഹല്ലേലൂയ. അപ്പൊ ആ പെരീനമാരെ ദൈവം ഒരുക്കുമ്പം ഹല്ലേലൂയ ഹന്ന ഇവിടെ തളർന്നു മാറി കിടക്കുകയല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ ഒരു ഹൃദയം പകർന്ന പ്രാർത്ഥനയിലേക്ക് മാറുക ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ കാണുന്ന പൗലോസ് ഹല്ലേലൂയ പുറമേന്ന് വന്നതിനൊന്നും പൗലോസ് അകത്തോട്ട് എടുത്തിട്ടില്ല. പൗലോസിന്റെ ജീവിതം നമ്മൾ ആദ്യം മുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പുറമെ വന്ന അടിയാകട്ടെ, ഹല്ലേലൂയ മറ്റു ഉപദ്രവങ്ങളാകട്ടെ, പട്ടിണിയാകട്ടെ, ഒന്നും പൗലോസിനെ ക്ഷീണിപ്പിക്കാത്തതിന് കാരണം പൗലോസിന് ഉള്ളിലുള്ള ഹല്ലേലൂയ ആ മഹത്വം അത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. പൗലോസ് തന്നെ പറയുന്നില്ലേ, പട്ടിണിയോ അർച്ചവാളോ ഉപദ്രവമോ അല്ലെങ്കിൽ എന്ത് ആപത്തോ നഗ്നതയോ വാളോ ഇത് എന്ത് വന്നാലും ക്രിസ്തുവുമായുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല എന്ന് പറയും. കാരണം ക്രിസ്തു എന്റെ ഉള്ളത്തിലായിരിക്കുന്നത്. ആ മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു എന്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആർക്കും എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അത് തന്നെ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിലും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ മഹത്വം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. മഹത്വത്തെ പ്രത്യേകിച്ച് ക്രിസ്തു എന്ന് നമ്മുടെ ഉള്ളങ്ങളായിരിക്കണം. ഇതിരിക്കുമ്പോ പക്ഷെ നമ്മളെ പുറമേന്ന് വരുന്ന പലതും ക്ഷീണിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഹല്ലേലൂയ സ്ട്രോങ് അല്ലാത്ത. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തെ പൗലോസ് ഹല്ലേലൂയ ഇവിടെ കാണുന്നത്. എന്നിട്ട് നമ്മൾ താഴോട്ട് കാണുന്നുണ്ട് ഇപ്പൊ ചത്ത് വീഴും എന്നൊക്കെ പറഞ്ഞു ദേവൻ എന്ന് പറഞ്ഞ പൗലോസ്. പക്ഷെ അതിനും വലിയ ചെവി കൊടുക്കുന്നത് നമ്മളെ പുകഴ്ത്തുമ്പോഴും ഇകഴ്ത്തുമ്പോഴും രണ്ട് സമയത്ത് നമ്മൾ അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കരുത്. പൊക്കിക്കൊണ്ട് പോകുന്നവർ താഴേക്കിടും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടിനും ചെവി കൊടുക്കില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നല്ലത് പറയുമ്പോ ഇഷ്ടമായിട്ട് കുഴപ്പമില്ല സുഖിച്ച് ഹല്ലേലൂയ എന്ന് പറയുന്ന രീതിയിൽ അവരെല്ലാം കുറിച്ച് അതിനെക്കുറിച്ചും വലിയ ചെവി കൊടുക്കാൻ നിൽക്കേണ്ട. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ദൈവ ശബ്ദത്തിന് മാത്രം നമ്മൾ ചെവി കൊടുക്കുക. ദൈവം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് അതിനുവേണ്ടി മാത്രം ലോകം മുഴുവൻ ഹല്ലേലൂയ നീ അവസാനിച്ചെന്ന് പറയുമ്പോഴും ദൈവം പറയും ഇല്ല മുക്ക് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയണേ. നമ്മൾ അത് മാത്രം കേട്ടാ നിന്നെ ഞാൻ വീണ്ടും ഉപയോഗിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയുടെ നിന്നെ ഞാൻ ചേർത്തുകൊള്ളുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചില സമയത്തൊക്കെ ശരിയാ ദൈവം ചിലപ്പം വിട്ടുകൊടുക്കാറുണ്ട് ശത്രുവിന്. ഹല്ലേലൂയ. ആ ശത്രുവിന് വിട്ടുകൊടുത്താൽ നമ്മൾ ഉപേക്ഷിച്ച് കളയാൻ ദൈവമല്ല. കാരണം നമ്മുടെ മേൽ നമ്മളെ വിളിച്ച ദൈവം നമ്മളെ വേർതിരിച്ച ദൈവം നമ്മുടെ ഉദരത്ത് ഉരുവാകുന്ന മോമനെ പേർച്ചൊല്ലി നമ്മളെ വിളിച്ചിരിക്കുക ദൈവം പറഞ്ഞിരിക്കുന്നത്. നിന്നെ ഞാൻ എന്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ഈ വരച്ചൊക്കെ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റും. അതുപോലെ നമ്മളെ വിളിച്ച ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഹല്ലേലൂയ അവിടെ 7 തുടങ്ങിയിട്ട് 7 വരെ 10 വരെ ഒന്ന് വായിച്ചോ സിസ്റ്റർ. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചു കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അകത്തിയെന്ന് പ്രാർത്ഥിച്ചു. അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദിനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് ആ ദ്വീപിലേക്ക് ദൈവം വിട്ടത് വെറുതെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഹല്ലേലൂയ. അവിടേക്ക് കടന്നു ചെന്ന് അണലി ചുറ്റി ഇവൻ കൊലപാതകൻ എന്ന് പറഞ്ഞ് ഇപ്പൊ ചത്ത് വീഴൊന്ന് നോക്കിയിരുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ ദൈവം പൗലോസിനെ ആ അണലി കയറി ചുറ്റിയ കരം കൊണ്ട് തന്നെ അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇടയാക്കി. ഹല്ലേലൂയ. അവരെ സൗഖ്യമാക്കാനായിട്ട് ഇടയാക്കി. ഹല്ലേലൂയ. അവിടെ ആ ദ്വീപിൽ വല്ലാത്ത അതുവരെ മൂടി നിന്ന ചില അന്ധകാര ശക്തികൾ എന്നേക്കുമായി പുറത്ത് കളയുവാനായിട്ട് അത് തകർത്ത് കളയേണ്ട പൗലോസിന്റെ ആ യാത്രയിൽ സഹായിക്കണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പതറാതെ നിന്നാൽ എന്താണ് നമുക്ക് പ്രതികൂലമായി നിന്നത്, എന്താണ് നമ്മുടെ നേരെ ആഞ്ഞടിച്ചത്, അത് പിന്നെ ഒരിക്കലും തല പൊക്കാത്ത വണ്ണം ഹല്ലേലൂയ അത് എന്നേക്കുമായി അവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള ദൈവം നമ്മളെ തന്നെ ഉപയോഗിക്കുന്നു.
ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കേട്ട് ചരിത്രം എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേട്ടുള്ള മെലീത്ത ദ്വീപിൽ മാൾട്ടയിൽ ഹാലേലിയ, ഇന്ന് മാൾട്ട എന്നറിയപ്പെടുന്ന ഐലൻഡിൽ പാമ്പുകൾ ഇല്ല എന്ന് തന്നെ കേൾക്കുന്നുണ്ട്. കാരണം അന്ന് ഹാലേലിയ ആ ദുഷ്ടശക്തിയെ ഹാലേലിയ പൗലോസ് തീയിലേക്ക് കുടഞ്ഞെറിഞ്ഞ് കളഞ്ഞു 10 പേര് ആ ദേശത്തെ അടക്കി ഭരിച്ചിരുന്നു. അവരുടെ ദേവതയായിരുന്നത്. അല്ല, ഇന്നും നമ്മൾ കാണാറുണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള പല സ്ഥലങ്ങളിലും അല്ല അടക്കി ഭരിക്കുന്ന പാമ്പിന്റെ ശക്തി. അല്ലെ, അത് പൈശാചിക ശക്തി തന്നെയാണ്. പക്ഷെ പാമ്പിനെ തന്നെ ആരാധിക്കുന്നവരുണ്ട്. അല്ല, ഈ ശക്തിയെ തന്നെ അല്ലെ ഇന്നും പലരും പാമ്പിനെ കണ്ട കൊല്ലത്തില്ല, തല്ലി കൊല്ലത്തില്ല. കാരണം എന്താ വെച്ചാൽ അതവരുടെ ദൈവമാണ്. മനസ്സിലായല്ലേ? ഹാലെ, അങ്ങനെ ആരാധിക്കുന്ന ഇന്നുമുണ്ട്. ഹാലെ, അങ്ങനെയുള്ള ചില പൈശാചിക ശക്തികൾ ഹാലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ആക്രമിക്കുമ്പോൾ, നമ്മുടെ നന്മകളെ കവർന്നുകൊണ്ട് പോകുമ്പോൾ ഹാലിലെ നമ്മൾ അത് കണ്ടിട്ട് കരയാനോ മാറിയിരിക്കാനോ വിരമിക്കാനോ ഉള്ളവരല്ല. അതിന്റെ തലയെ തകർക്കാനാ ദൈവം നമ്മളെ ആക്കി വെച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ രുചിയുടെ ദൈവം കേട്ടുവിടാൻ ഇവ ഒന്നും നിനക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. ഹാലലിയ, നമ്മുടെ മേൽ ദോഷം വരുത്താൻ ഇതിനൊന്നിനും സാധിക്കുകയില്ല. ഹാല, ഇപ്പൊ പാമ്പ് കടിച്ചാൽ പോലും ഹാല ഞാൻ പറയുന്നത് ആ വിഷം ഉള്ളിലേക്ക് പോകത്തില്ല. മരണകരമായി യാതൊന്ന് കഴിച്ച് നിനക്ക് ഹാനി വരികയില്ല. നീ സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. ഹാലലിയ, അപ്പൊ സർപ്പങ്ങളെ പിടിച്ചെടുക്കാനായിട്ട്, അന്ധകാര ശക്തിയിലെ കൈക്കുള്ളിലേക്ക് പിടിച്ചെടുക്കാനായിട്ട് ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ടെങ്കിൽ ഈ അധികാരത്തെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടേണ്ടത്. വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഹാല, ഇത് കാണുമ്പോൾ ഹാലിയ പണ്ട് പാമ്പ് ഉപദേശിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? എനിക്ക് പ്രിൻസ് പാസ്റ്റർ പറഞ്ഞു നമ്മുടെ പവർ വിഷനില്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കേട്ടോ പാമ്പ് ഉപദേശി നമ്മുടെ കുടുംബമൊക്കെ ഉണ്ട്. പാസ്റ്റർ പോണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഹാല, അദ്ദേഹത്തിന് ആ പേര് വരാൻ കാരണം ഒരിക്കൽ അദ്ദേഹം ഹാലയിലെ ഒരു കൺവെൻഷനിൽ ഹാല പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇത് കേട്ടിട്ട്. ഹാല കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹാല അദ്ദേഹം ഇന്ന് പ്രസംഗിച്ച വചനം നീ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഹാലയില ഈ വചനം മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഹാല അതായത് പ്രസംഗിച്ചുകൊണ്ട് ഉച്ച സമയത്ത് ഹാല റെസ്റ്റ് ടൈമായി. ഹാലെ റെസ്റ്റ് ടൈം അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു. ഹാലെ അപ്പോഴുണ്ട് ഹാല അവിടെ സ്കൂളിൽ ഹാലെ പിള്ളേരെ കളിച്ചിടന്ന് നോക്കി അവിടെ 2 പാമ്പുകൾ തമ്മിൽ ഹാലേലി അമ്മൻ രാജവെമ്പ് അങ്ങനെ എന്തോ 2 പാമ്പുകൾ തമ്മിൽ ഹാലേലിയ അവൻ ഇണ ചേരുന്നത് ഹാലേലിയ പിള്ളേർ കാണുവാനിടയായി. പിള്ളേർക്ക് ഒരു തോന്നല് ഉപദേശിയല്ലേ എന്ന് ഉപദേശി പറഞ്ഞത് സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്ന്. ഉപദേശം പൊക്കിയെടുത്ത് അവരെന്നെ മുമ്പിലോട്ട് അങ്ങ് കൊണ്ടുവരത്തി. അല്ല, അദ്ദേഹം പറഞ്ഞത് ഹാലേലിയ വേറൊരു നിവൃത്തിയുമില്ല. ഹാലേലിയ അപ്പൊ ഈ പാമ്പ് രണ്ടും കൂടെ 2 കാലുകളുടെ കയറി ചുറ്റും അങ്ങോട്ട് മുകളോട്ട് കയറി. അദ്ദേഹം അവിടെ നിന്ന് ഹാല ദൈവവചനം പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് ഹാലേലി പാമ്പുകൾ രണ്ടും ചുറ്റലയിൽ തണ്ടും താഴെ പോയി. ഹാല പക്ഷേ ആ ചുറ്റിയെ പാടിപ്പോഴ 2 കാലിലും ഹാല അടയാളമായിട്ട് കിടക്കും. ഹാലേലിയ അദ്ദേഹത്തിന് അന്ന് തുടങ്ങി വീണ പേരാണ് പാമ്പ് ഉപദേശി എന്ന്. ഹാലെ അദ്ദേഹത്തെ പാമ്പ് കടിക്കുകയോ ഹാലെ അദ്ദേഹം മരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഹാലേലിയ പക്ഷെ അത് കാരണം അത് മുഖാന്തരം അനേകർ അവിടുന്ന് രക്ഷിക്കപ്പെടാനിടയായി. കാരണം പറഞ്ഞ ദൈവവചനം ഹാലല്ല അവിടെ മാനിഫെസ്റ്റ് ആയി. ഹാലെ നീ സർപ്പങ്ങളെ പിടിച്ചപ്പോ അത് നിനക്ക് ഉപദ്രവം വരുത്താൻ പറ്റത്തില്ല എന്നുള്ള. ഹാലെ ലൂയ അങ്ങനെ ഒന്ന് അവിടെ കൂടിയ കുറച്ച് പിള്ളേർക്ക് തോന്നിയ തലതെറിച്ചൊരു ബുദ്ധിയാണ് ഹാലേലിയ. അദ്ദേഹം ഹാലേലിയ അവിടെ അനേകരുടെ മുമ്പിൽ സാക്ഷ്യമായി നിൽക്കും. പക്ഷെ ആ പോയ സിറ്റുവേഷൻ നമ്മളൊന്ന് ഓർക്കണം. നമ്മളൊക്കെ ആണെന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ട വഴി ഓടും അല്ലേ കണ്ട്. പക്ഷേ അതും നമുക്ക് എല്ലാവർക്കും അറിയാം ഇണ ചേരുന്ന സമയത്ത് ഭയങ്കര ദേഷ്യ പാമ്പുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഹാലെ ആ സ്ഥലത്താണ് കൊണ്ടു നിർത്തിയത് അതിനെ. അദ്ദേഹം ഹാലലിയ അദ്ദേഹത്തിന് അന്ന് തുടങ്ങി വീണ പേരാണ് ഹാലെ. അദ്ദേഹം മരിക്കും വരെ അദ്ദേഹത്തിന് കാലിലെ പാമ്പ് ചുറ്റിയ പാടുണ്ടായിരുന്നു. ഹാലലിയ ആ തൊലി സ്കിൻ അവിടെ നിന്ന് ഇത്ര ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അങ്ങനെ എന്തോ ചെയ്തിട്ട് ഹാലലി. പക്ഷേങ്കില് ദൈവത്തിന്റെ വചനം ഹാലേലി അത് സത്യമാണ്, ജീവനാണെന്ന് ഹാലേലി തെളിയിച്ചു. ദൈവത്തിന്റെ വചനം വെറുതെ കഥയായിട്ട് കെട്ടുകഥയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല, അത് സത്യമാണ്. പൗലോസിന്റെ മേൽ നിന്ന് വ്യാപരിച്ച അഭിഷേകം ഹാലേലിയ പൗലോസിന്റെ പുറത്തുള്ള ചുറ്റുപാടുകളെ പൗലോസിനെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹാലേലി ഇന്നലെ ദൈവാത്മ അങ്ങനെ പറഞ്ഞ നിന്റെ ചുറ്റുപാടുന്നും വരുന്ന ഹാലേലിയ ഹാല പലതും ഹാല നീ കേൾക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അതിനെ നീ റിജക്ട് ചെയ്യണം. എങ്ങനെ റിജക്ട് ചെയ്യണം? നിന്റെ ഉള്ളിലുള്ള ശക്തി ഹാലേലിയ ആ ശക്തി ഹാലേലിയ ഇതിന്റെ മീതെ ആയിരിക്കണം. കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ തളർത്തി കളയരുത്. ഹാലലിയ നമ്മുടെ ഉള്ളിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി ഹാലലിയ അതിനെ റെസിസ്റ്റ് ചെയ്ത് ഹാല നീ ആരാണ്? നിന്റെ മേലുള്ള വാഗ്ദത്തം ദൈവം നിന്നോട് പറഞ്ഞത് എന്താണ്? ഇത് മാത്രമേ നിന്റെ കാതിൽ മുഴങ്ങാവുള്ളൂ. ഹാലലിയ ചുറ്റുപാട് നിൽക്കുന്നവർ പറയുന്ന വാക്കുകളല്ല നമ്മുടെ കാതിൽ മുഴങ്ങേണ്ട. കൊലപാതകൻ എന്ന് പറയും ചിലപ്പോൾ ഹാലലിയ നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, നീ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് പറയും. ഹാല നിനക്ക് ഒരിക്കലും മുൻപോട്ട് വരാൻ പറ്റില്ല എന്ന് പറയും. നിന്റെ ശുശ്രൂഷ ഇവിടെ കഴിഞ്ഞു എന്ന് പോലും പറഞ്ഞാലും അവിടെ നിങ്ങൾ തളർന്നു
പോകരുത്. ഹാലേലിയ. അവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്താ മുഴങ്ങുണ്ടെന്ന് വെച്ചാൽ ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, യെരൂശലേമിൽ നീ എന്നെ സാക്ഷീകരിച്ചു, റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു ഒരു മനുഷ്യനല്ല, ദൈവമാണ് പറഞ്ഞതെങ്കിൽ അത് തന്നെ സംഭവിക്കത്തുള്ളൂ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി അവസാന അധ്യായം വായിക്കുമ്പോൾ കാണുന്നത് അവിടെ അവര് റോമിലെത്തി. റോമിൽ എത്തി എന്ന് പറയുമ്പോൾ ഇപ്പൊ ദൈവം പറഞ്ഞ് നിവർത്തിപ്പാൻ ശക്തനായ ദൈവം നമ്മുടെ ദൈവം. വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ട് വെറുതെ പോകുന്ന ദൈവമല്ല. അതിന്റെ മേൽ നമ്മുടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ അതിൽ ജാഗരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ വചനം നിവർത്തിയാകേണ്ടത് ദൈവം തന്നെ പറഞ്ഞ വചനം ദൈവം തന്നെ ജാഗരിക്കും. എന്താ അത് നിവർത്തിയാകേണ്ടതിന്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ജാഗരിക്കുന്ന നമ്മളല്ല, ദൈവമാണ് ജാഗരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്ത് നമ്മളത് മറന്നു പോകാതിരുന്നാൽ മതി. നമ്മുടെ അകത്തെ മഹത്വം പുറത്തുനിന്ന് വരുന്നതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശീലിച്ച് അത്യന്ത ശക്തി ഉള്ളിലുണ്ട്. ആ ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമ്മുടെ ഉള്ളിൽ നിന്നാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തിരുവെഴുത്ത് പറഞ്ഞ ജീവജല നദികൾ ഒഴുകുന്നത്. അപ്പൊ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ പുറമേന്ന് വരുന്നതിനെ ഒക്കെ അല്ല വിശ്വസിക്കേണ്ടേ, നമ്മുടെ അകത്ത് ഉള്ളതിനെ വർദ്ധിപ്പിക്കുന്നവരായി, ദൈവം പറഞ്ഞതിന് ഓർക്കുന്നവരായി അതിനുവേണ്ടി അതിനെ ഓർത്ത് അതിലേക്ക് ഈ ദിവസങ്ങളിൽ ആ വാഗ്ദത്തങ്ങളിലേക്ക് കടക്കാൻ കഴിയാതെ ക്ഷീണിപ്പിക്കുന്ന പലതും നമ്മുടെ ചുറ്റുപാടും വരുമ്പോൾ അതിനെയൊക്കെ ചപ്പന്നും ചവറൊന്നും എണ്ണണം. വേണ്ടാത്തതിനെയൊക്കെ ചവിട്ടിക്കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് വിശ്വാസം നാലും പൂർത്തി വരുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടോടണം. വീണു എഴുന്നേറ്റ് ഓടാനല്ല, സ്ഥിരതയോടെ ഓടണം. ഒരു തളർന്നു പോകാതെ, വീണു പോകാതെ, ക്ഷീണിച്ചു പോകാതെ കർത്താവ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം പലപ്പോഴും ഓട്ടത്തെ വീഴ്ച കളയാനായിട്ട് ക്ഷീണിപ്പിക്കാനായിട്ട് നമ്മൾ പറയും ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് സൈഡിലേക്ക് നോക്കി അവർക്ക് സ്പീഡിൽ ഓടാൻ പറ്റത്തില്ല. മുൻപോട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി ഓടിയാൽ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മുടെ സൈഡിലേക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും മറ്റുള്ളവരെയും ഭർത്താവിനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന മാതാപിതാക്കന്മാരെയും സഭയിലെ വിശ്വാസികളെ, സഭയിലെ പാസ്റ്ററെ ഒക്കെ നോക്കിയാൽ നമ്മുടെ ഓട്ടം തടസ്സപ്പെട്ടു. ഇതിനെ ഒന്നും നോക്കിയിട്ടല്ല, നമ്മുടെ നായകൻ ആരാന്ന് വെച്ചാൽ യേശു കർത്താവ് മാത്രം. ആ വിശ്വാസ നായകനെ നോക്കിക്കൊണ്ട് നമ്മൾ ഓട്ടം സ്ഥിരതയോടുകൂടെ ഈ ദിവസങ്ങളിൽ പലരും ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകളിലൂടെ ദൈവാത്മ നിലയിൽ വചനം ഇടപെട്ടത്. ആ ക്ഷീണങ്ങളെ എല്ലാം മാറ്റിയിട്ട് ഇന്നു മുതൽ നിങ്ങൾ കേട്ട വചനം മുറുകെ പിടിക്കുക. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.